കൂടുതൽ എടുത്തൊന്നും ഒട്ടുമില്ല. വളരെ പ്രാധാന്യമുള്ള വരികളിലൂടെ അതിമധുരമായിട്ട് ഞങ്ങളത് കേട്ടിരുന്ന ആ വരികളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി. പിന്നെ അത് കേട്ടപ്പോൾ ഒരു ചെറിയ തമാശ, ടീച്ചർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേ കർപ്പൂരം നാറുമോ എന്നുള്ള നല്ല അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന്. പക്ഷെ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അത് ജയരാജ് വാര്യർ ഷോയില് ജയരാജ് വാര്യരുടെ ഒരു ഇത് ഓർമ്മ വന്നു പെട്ടെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ബസ്സിൽ പോകുമ്പോൾ തൃശ്ശൂർക്കാർ ചോദിക്കട്ടെ ഇത് എന്താണ് തന്നെ നല്ലോണം നാറ്റടിക്കുന്നല്ലോ, നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ നീ എന്ന് പറയും. അന്ന് കഴിഞ്ഞാൽ പൊട്ട മണം വരുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഇത് എന്തുട്ടോ സ്മെല്ല് വരണേ ചോദിക്കുന്നു. അതിങ്ങനെ ഓർമ്മ വന്നു പെട്ടെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർക്കാർക്ക് ഇത് പ്രശ്നമായിട്ട് തോന്നിയില്ല കേട്ടോ. ഇന്നലെ വളരെ നന്നായിരുന്നു. ഇനി നമുക്കൊരു ചെറിയ കാര്യമുണ്ട്. നമ്മുടെ കാവ്യശിഖ അംഗമായിട്ടുള്ള പ്രകാശൻ ഇഞ്ചക്കുണ്ട് മാഷ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മധു കാവുങ്കലിന്റെ കറ്റയിൽ കുടുങ്ങിയ വയർച്ചുവടികൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കവിതാലാപന മത്സരത്തിലെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം അത് സമ്മാനിക്കാൻ ക്ഷണിക്കുന്നു. നല്ല പ്രോത്സാഹനം ഉണ്ടാവണം. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാവ്യശിഖയുടെ ടാഗിന്റെ കാര്യം മറക്കരുത്. പിന്നെ ഒറ്റമുറി എന്ന് പറഞ്ഞിട്ട് റാലിമ ബിജുവിന്റെ പുസ്തക പ്രകാശനം ഉണ്ട്. അതൊന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞ എല്ലാവരും എടുത്തോട്ടോ. 23-ാം തീയതിയാണ്. രാമേട്ടൻ തന്നെയാണ് പ്രകാശനം നിർവഹിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അടുത്ത് കാവ്യശിഖയിൽ പറയും എന്നാണ് പറഞ്ഞത്. അടുത്ത സെഷനിലേക്ക് പോവാണ് നമ്മള്. അടുത്ത സെഷൻ തുടങ്ങാമെന്ന് അല്ലേ അജയ് മാഷേ? തുടങ്ങാം. അടുത്ത സെഷൻ നമുക്ക് അറിയാം ഇതര ഭാഷാ സാഹിത്യത്തിന്റെ സ്വാധീനം മലയാളത്തിൽ. ഇതര ഭാഷാ സാഹിത്യത്തിന്റെ സ്വാധീനം മലയാളത്തിൽ എന്ന് പറയുന്നതിന്റെ